ഗെയ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു സൺഡേ വ്ളോഗായിട്ടാണ് വന്നേക്കണത്. പിള്ളേർക്ക് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് മൊത്തത്തിൽ ഇന്നൊരു മടിയുള്ളൊരു ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വിശേഷങ്ങളും ലഞ്ച് വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നേക്കണത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണണേ. അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ പലരും മറന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് മറക്കാതെ ഇപ്പം തന്നെ എല്ലാവരും വീഡിയോക്കൊന്ന് ലൈക്ക് കൊടുക്കണേ. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. ഫസ്റ്റ് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പത്തിരിയും മട്ടൻ കുറുമയാണ് കേട്ടോ. അതിനു വേണ്ടിയിട്ട് ഞാൻ എല്ലാ സാമഗ്രികളും ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സവാള, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, പിന്നെ അതുപോലെ തന്നെ കറിവേപ്പില. അപ്പോൾ ഇതൊക്കെ ആദ്യമേ തന്നെ അങ്ങോട്ട് റെഡിയാക്കി വയ്ക്കുകയാണെങ്കിൽ പിന്നെ കറിയൊക്കെ വയ്ക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കുമല്ലോ. പിന്നെ പൊട്ടറ്റോ അരിഞ്ഞത് അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കാത്തതാണ്. അപ്പോൾ നമുക്കിനി കറി എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പോൾ കുക്കറിലാണ് ഉണ്ടാക്കണത്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുറച്ച് പെരിഞ്ചീരകം, അതൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കതിലേക്ക് സവാള, കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ കേട്ടോ. കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ സാധാരണ ചിക്കൻ കുറുമയാണ് ഉണ്ടാക്കാറ്. ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് മട്ടൻ കുറുമ ഉണ്ടാക്കണത്. പിള്ളേർക്ക് കൂടുതലും ചിക്കനാണ് ഇഷ്ടം. എങ്കിലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ അല്ലേ. എല്ലാം ഒരേപോലെയൊക്കെ തന്നെയാണ് അതിൻ്റെ റെസിപ്പി എങ്കിലും. അപ്പോൾ അതേ സവാള വഴന്ന് വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് ചതച്ച ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ അതുപോലെ അരിഞ്ഞു വെച്ചേക്കണ പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തതും ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണമെങ്കിൽ നമുക്ക് ക്യാരറ്റൊക്കെ ചേർക്കാം. പക്ഷേ ഇവിടെ പിള്ളേർക്ക് അതൊന്നും ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ ക്യാരറ്റ് മാത്രമേ ചേർക്കണുള്ളൂ. ഞാൻ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ചേർത്താൽ മതി. പക്ഷേ ഞാനൊരു കൊഴുപ്പിന് വേണ്ടി അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതേ മട്ടൻ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് കറിയാണ് കേട്ടോ ഉണ്ടാക്കണുള്ളൂ, ഒരുപാടൊന്നും അങ്ങനെ ഉണ്ടാക്കണമൊന്നുമില്ല. അപ്പോൾ അതേ മട്ടൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർക്കാം. ഒരുപാട് സാധാരണ കറികൾ ഉണ്ടാക്കണ പോലുള്ള പൊടികളൊന്നും ചേർക്കണ്ട, എങ്കിലും ചേർക്കണമല്ലോ. അപ്പോൾ അതേ അതിലേക്ക് ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട്, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പറയണം കുറച്ചും കൂടി ഗരം മസാലയുടെ ഒരു കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ ഇപ്പോൾ പാകമായി. ഞാനിതിലേക്ക് കുറച്ച് രണ്ടാം പാൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് വേവിക്കാൻ വയ്ക്കാം കേട്ടോ. ഒന്നാം പാലും ബാക്കിയുള്ള കുറേ പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം ഇതിങ്ങനെ ആവട്ടെ. അപ്പോൾ ഇതിങ്ങനെ കുക്കറിൽ കിടന്നൊന്ന് വേവട്ടെ കേട്ടോ. ഇവിടുത്തെ മട്ടനൊന്നും അധികം വേവൊന്നുമില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. അതുപോലെ തന്നെ ബീഫും അങ്ങനെ തന്നെയാണ്, അധികം വേവൊന്നുമില്ല കേട്ടോ. ഇവിടുത്തെ എല്ലാം പെട്ടെന്ന് വെന്ത് വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിതേ പത്തിരി ഉണ്ടാക്കാൻ പോവുകയാണ്. എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ പത്തിരി ഉണ്ടാക്കുക എന്നുള്ളത്. പക്ഷേ എങ്കിൽ ഇവിടെ ഈ പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള പ്രസ്സൊക്കെ വാങ്ങിയതിന് ശേഷം ഞാൻ ഒന്ന് ഉണ്ടാക്കി നോക്കി. പക്ഷേ നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് കേട്ടോ അറിയുക. പിന്നെ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഈ ഒരു പത്തിരി എന്ന് പറയണത്. പിന്നെ മാത്രമല്ല ഇവിടെയൊക്കെ നമുക്ക് കടയിൽ നിന്നൊന്നും വാങ്ങിക്കാനും കിട്ടൂല, നമ്മൾ ഉണ്ടാക്കിയാൽ മാത്രമാണ് നമുക്ക് കഴിക്കാനും പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി ഭയങ്കര ഒരു ഇഷ്ടവും പിന്നെ അതുപോലെ തന്നെ എളുപ്പമായി മാറിയൊക്കെയാണ് ഈ പത്തിരി. അങ്ങനെ ഇതേ പത്തിരി ഞാൻ വാട്ടിക്കുഴച്ച് ഉണ്ടയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മട്ടനും ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ചാറൊക്കെ ഇനിയുണ്ട് കുറുകാനായിട്ട്. അപ്പോൾ അതവിടെ ഇങ്ങനെ വഴിയെ പറയാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് നട്ട്സ് അരച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി അതവിടെ കിടന്ന് ഇങ്ങനെ നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അതിൻ്റെ ഇടയിൽ ഞാനിതേ കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് അതൊന്ന് അരച്ച് അതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനൊരു കുറുപ്പ് പോലെ ഇങ്ങനെ കിട്ടും. അല്ലെങ്കിൽ കോൺഫ്ലവർ അരച്ച് ചേർത്താനും മതി. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ഇതാണ് കേട്ടോ തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഞാനിതേ അതൊക്കെ ഒന്ന് അരച്ച് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചാറ് ഒരുവിധം ഒന്ന് പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും ചാറൊക്കെ എന്തായാലും ആവശ്യമാണല്ലോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കധികം തിളപ്പിക്കുകയൊന്നും ഇനി വേണ്ട കേട്ടോ. ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്കിത് ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ച് കടുകൊക്കെ താളിച്ച് ഒഴിക്കാം. പക്ഷേ ഞാനത് ചെയ്യുന്നില്ല, എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം. ഞാൻ പക്ഷേ എങ്കിൽ അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കിട്ടും. അങ്ങനെ നമ്മുടെ മട്ടൻ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പത്തിരിക്കായതുകൊണ്ട് കുറച്ച് ചാറൊക്കെ ആവശ്യമാണല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിതേ പത്തിരി ഇവിടെ ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. 2 പാനിലായിട്ടാണ് കേട്ടോ ചൂടണം. അപ്പോൾ പെട്ടെന്ന് ആവുമല്ലോ.
പിന്നെ ഇടയ്ക്കൊക്കെ ഹസ്ബൻഡും ഒന്ന് ഹെൽപ്പ് ചെയ്യാറൊക്കെ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ സൺഡേ ആകുമ്പോൾ അങ്ങനെയാണല്ലോ, എല്ലാവരും കൂടി കൂടിയിട്ടൊക്കെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ നമ്മുടെ പണികളും പെട്ടെന്ന് തന്നെ കഴിയും. അപ്പോൾ ഒരു അടുപ്പിൽ ചായ അവിടെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ തകൃതിയായിട്ട് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇപ്പോൾ ഇവിടുത്തെ സൺഡേയിലെ മിക്ക ദിവസവും ഞാനിപ്പോൾ ഇവിടെ പത്തിരിയാണ് ഉണ്ടാക്കാറ്. അങ്ങനെ അതേ പാത്തൂന് ഫസ്റ്റ് തന്നെ കൊടുത്തു. അതിൻ്റെ ഇടയിൽ അതേ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ടാണ്. പത്തിരിയും മട്ടൻ കുറുമ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ പത്തിരിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൊടികളൊക്കെ തീർന്നു. ഇവിടെ നിന്നാണ് പരിപ്പൊടിയൊക്കെ വാങ്ങിക്കണം. പക്ഷേ എങ്കിലും ഈ പൊടിയും പാക്കറ്റ് പൊടിയൊക്കെ അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ആദ്യം ഒരു പേടിയായിരുന്നു ഉണ്ടാക്കി എങ്ങനെ ഇരിക്കുമെന്ന്. പക്ഷേ കുഴപ്പമില്ലായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും ഇവിടെ. പക്ഷേ നമ്മൾ വീട്ടിലുണ്ടാക്കണതിന് അങ്ങനെ പാല് മുക്കിയില്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. അങ്ങനെ ഞങ്ങളൊക്കെ ഇരുന്ന് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പോൾ നിങ്ങളും ഈ കുറുമക്കറികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മട്ടൻ കുറുമ നല്ല അടിപൊളി ടേസ്റ്റാണ്. ചിക്കൻ കുറുമ ഉണ്ടാക്കണ പോലെ തന്നെയാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം പെട്ടെന്നാണ് കേട്ടോ സമയം പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ അതിൻ്റെ ഇടയിലാണ് ഒരു അട തിന്നാൻ കൊതി തോന്നിയത്. അപ്പോൾ നമ്മളിത് ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നതാണ് കേട്ടോ. ശർക്കരയും തേങ്ങയൊക്കെ വെച്ചിട്ടുള്ളൊരു അടയാണ്, ഫ്രോസൺ ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ്, ഇത് ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. കണ്ടപ്പോൾ ഒരു കൊതി തോന്നി അങ്ങനെ വാങ്ങിയതാണ്. ശരിക്കും നമുക്കിത് വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടെ വാഴയിലൊന്നും അങ്ങനെ കിട്ടൂലല്ലോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എന്താണെന്നൊന്ന് അറിയാൻ വേണ്ടി അങ്ങനെ വാങ്ങിയതാണ്. ഒരു പാക്കറ്റിൽ 6-5 അങ്ങനെ എങ്ങാണ്ട് ഉള്ളൂ കേട്ടോ. ഒരുപാട് പല ടൈപ്പ് നമ്മുടെ നാടൻ പലഹാരങ്ങൾ ഇവിടെ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. അതിൽ നിന്ന് ഒരെണ്ണമാണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ആദ്യം ഒരു 3 എണ്ണം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഞാനങ്ങനെ ചെമ്പിൽ വെച്ച് ഇങ്ങനെ ആവിയേറ്റ് നോക്കുകയാണ്. ശരിക്കും അങ്ങനെ ആവിയേറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഫുള്ള് റെഡി ആണെങ്കിൽ ഞാനൊന്ന് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് അങ്ങനെ ആവിയേറ്റാന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതേ നമ്മുടെ ആവിയൊക്കെ കൊണ്ട് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എന്ന് വെച്ചുകൊണ്ട് ഭയങ്കരമായ മണമൊന്നുമില്ല. നമ്മൾ ഫ്രഷ് ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഒരു മണമില്ല, അതൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനിതൊന്ന് തുറന്നു നോക്കാമെന്ന് വിചാരിച്ച് ഇതെന്താണ് അവസ്ഥയെന്നൊന്നും അറിയണമല്ലോ. ശർക്കരയും തേങ്ങയൊക്കെ വെച്ചിട്ടുള്ള അടയാണ്. അപ്പോൾ അതേ നോക്കിക്കണ്ടേ. ഹായ്, കണ്ടപ്പോൾ തന്നെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. പാത്തുവാണ് ഫസ്റ്റ് തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. നല്ല രസമുണ്ടായിരുന്നേ. പക്ഷേ എങ്കിലും എന്താ പറയുക, ഒരു അധികം തേങ്ങയൊന്നുമില്ല എങ്കിലും നല്ല സാധാരണ ഫ്രഷായിട്ടൊരു ഫുഡ് കഴിക്കണ ആ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഫ്രോസൺ ആണെങ്കിലും കണ്ടാൽ അങ്ങനെ പറയൂല കേട്ടോ ഫ്രോസൺ ആണെന്ന്. കഴിക്കുമ്പോഴും ഫ്രോസൺ ആണെന്ന് അങ്ങനെ തോന്നൂല. എപ്പോൾ ഉണ്ടാക്കിയ ഫുഡാണെന്നേ തോന്നുള്ളൂ. നമുക്കിനി ലഞ്ച് പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റത്തെ ഡിഷ് എന്ന് പറയുന്നത് പരിപ്പ് മുളകുത്തി കാച്ചിയതാണ് കേട്ടോ. ഇത് തൃശ്ശൂർകാരുടെ മെയിനായിട്ടുള്ളൊരു കറിയാണ്. ഇപ്പോൾ നമ്മളിവിടെ ഇടയ്ക്കൊക്കെ ഈ കറികൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതിന് മെയിനായിട്ട് ഉള്ളിയൊക്കെ വേണം കേട്ടോ. പക്ഷേ ഇവിടെ ഉള്ളി കിട്ടാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എങ്കിലും ഫ്രോസൺ ഉള്ളിയും ഒക്കെ വെച്ചിട്ടാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാറ്. എങ്കിലും അത്ര ഫ്രോസൺ ഉള്ളിയാണെങ്കിലും നമ്മുടെ നാടൻ ടേസ്റ്റൊന്നും കിട്ടൂല കേട്ടോ. പിന്നെ എന്താ പറയുക, ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് മാത്രം. അപ്പോൾ ഇതാണ് ഫ്രോസൺ ഉള്ളി. ഇതിങ്ങനെ നന്നായിട്ട് നമുക്ക് കഴുകിയെടുക്കാം. മുമ്പ് കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ പാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത്. ഇത് കൂർക്കയാണ് കേട്ടോ. ഇത് വേവിച്ച് ഒക്കെ റെഡിയാക്കിയിട്ടുള്ളതാണ്. നമ്മൾക്കൊന്നും ചെയ്യാനില്ല. ഇങ്ങനെ വെന്ത് വന്നേക്കണ സാധനമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ മേടിക്കാൻ കിട്ടുക. അല്ല പച്ചനെയൊന്നും ഇവിടെ കൂർക്കയൊന്നും കിട്ടൂല. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് കൊതി തീരാൻ വേണ്ടി ഇതൊക്കെ വാങ്ങിക്കാമെന്ന് മാത്രം. അപ്പോൾ ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എന്തൊക്കെയാണ് ഡിഷുകളെന്നൊക്കെ ഞാൻ വഴിയെ പറയാം കേട്ടോ. ഫസ്റ്റ് തന്നെ ഞാൻ മുളക് കുത്തി കാച്ചിയതിന് പരിപ്പ് വേവിക്കാൻ വെച്ചു. അതിൻ്റെ ഇടയിൽ അതേ ചോറ് ഇവിടെ വെന്തിട്ടുണ്ട്. കണ്ടില്ലേ, ഞങ്ങൾ ഇത്രയും ചെറിയൊരു കലത്തിലാണ് കേട്ടോ ചോറൊക്കെ വെക്കണത്. ഇനിയിപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് കൂർക്കത്തോരൻ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിൽ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കടുക് പൊട്ടി പുറത്തേക്ക് തെറിക്കൂല എന്ന് ഞാനൊരു ടിപ്പിൽ കണ്ടതാണ് യൂട്യൂബിൽ തന്നെ. അപ്പോൾ അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ശരിയാണ് കേട്ടോ. ഒരുപാട് അങ്ങനെ പൊട്ടിത്തെറിക്കണമൊന്നുമില്ല. അതിനുശേഷം ഞാൻ കുറച്ച് ഉള്ളി ചതച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഫ്രോസൺ ഉള്ളി. കുഴപ്പമില്ല, എങ്കിലും 100% അങ്ങനെ ടേസ്റ്റ് ഒന്നും പറയാൻ പറ്റൂല കേട്ടോ. അങ്ങനെ ഞാൻ അത് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണേ. അതിന് ശേഷം ചതച്ച മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഞാൻ ഇടണില്ല കേട്ടോ, നല്ല എരിവുള്ള സാധനമാണ്. അതിനുശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ഫ്രോസൺ കൂർക്ക ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രോസൺ കൂർക്ക നമുക്ക് അധികം പണിയൊന്നുമില്ല. പാക്കറ്റ് പൊട്ടിച്ചങ്ങോട്ട് ഇട്ടാൽ മാത്രം മതി. അത് റെഡി ആയിട്ടിരിക്കുന്ന സാധനമാണ്. ഇത് കണ്ടില്ലേ, ഒന്നും ചെയ്യാനില്ല കേട്ടോ.
പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആയിട്ട് നമ്മൾ തോരൻ വെച്ചാലേ അങ്ങോട്ട് ആ ടേസ്റ്റ് കിട്ടൂല കേട്ടോ. ഒരു ഇതുമാതിരിയാണ്, ഒരു ഫ്രഷ്നെസ് അല്ല, ആ ഒരു നാട്ടിലെ കൂർക്കത്തോരൻ്റെ ആ ഒരു ടേസ്റ്റ് എന്തായാലും കിട്ടൂല, ഫ്രോസൺ തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്തിരി അയവിലാണ് കേട്ടോ എടുക്കാറ്. ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് തളിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിക്കാനൊന്നുമില്ല എങ്കിലും ഒന്ന് മൂടി വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മുടെ കൂർക്കത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു അയവിലാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആക്കണില്ല. അങ്ങനെ നമ്മുടെ കൂർക്കത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഡിഷിലേക്ക് കിടക്കാം കേട്ടോ. ഇത് ഞാൻ പരിപ്പ് മുളക് കുത്തി കാച്ചിയതാണ് ഉണ്ടാക്കുന്നത്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഉള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഫ്രോസൺ ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട്, വെളിച്ചെണ്ണയിലേക്ക് ഇടുമ്പോഴത്തേനും ഉള്ളി അങ്ങോട്ട് വഴന്ന് വരുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഇങ്ങനെ മുളക് കുത്തിയതും പിന്നെ അതുപോലെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വന്നു കഴിയുമ്പോൾ നമ്മുടെ വേവിച്ച പരിപ്പ് ഇതിലേക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ഇത്തിരി ചാറ് കുറവാണ്, ഇങ്ങനെ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് എന്താ പറയുക തിളപ്പിച്ചൊന്ന് കുറുക്കിയെടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോഴാണല്ലോ ആ ഒരു ചാറൊക്കെ കിട്ടുള്ളൂ. ചോറിന് കുറച്ചെങ്കിലും ചാറൊക്കെ വേണ്ടേ. അപ്പോൾ ഇതേ നമ്മുടെ കറി ഇവിടെ ഇങ്ങനെ അവിടെ റെഡി ആവട്ടെ. അതിൻ്റെ ഇടയിൽ ഞാൻ കൂർക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ പാത്രത്തിലാണ്ടോ അടുത്ത ഡിഷ് റെഡിയാക്കാൻ പോണത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ബീഫ് റോസ്റ്റാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇതിലേക്ക് തന്നെയാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഉള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മൊത്തം ഉള്ളി ചതച്ചത് വെച്ചിട്ടുള്ള പരിപാടിയുണ്ട്. ഏതായാലും എടുത്തതല്ലേ ഫ്രോസൺ, അതുകൊണ്ടാട്ടോ. അപ്പോൾ അതേ ഞാൻ കറിവേപ്പിലയും കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കുറച്ച് ചെയ്യണുള്ളൂ കേട്ടോ, അതാണ് കുറച്ച്. ഇതെല്ലാം വഴന്ന് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് വന്നപ്പോഴാണ് കേട്ടോ അറിയാം, പക്ഷേ മസാല ഭയങ്കര കുറവായിപ്പോയി, ഉള്ളി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ കുറച്ച് സവാളയും കൂടി ചേർത്ത് കൊടുക്കാമെന്ന്, അല്ലെങ്കിൽ അരപ്പ് കുറവായിരിക്കൂലേ. അങ്ങനെ ഞാൻ കുറച്ച് സവാളയും കൂടി അരിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നുമില്ല കേട്ടോ, കുറച്ച് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ബീഫൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ബീഫ് എന്ന് പറഞ്ഞാൽ കൂടുതലും കറി വെക്കണേലും ടേസ്റ്റ് എന്താ പറയുക ഇങ്ങനെ റോസ്റ്റ് ചെയ്യണതായിരിക്കും. പൊടികളൊന്നും ഞാൻ ഇതിലേക്ക് അധികം ചേർക്കണില്ല. കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. കാരണം ബീഫ് ഞാൻ എല്ലാ പൊടികളൊക്കെ ചേർത്ത് വേവിച്ച് വച്ചേക്കണം, അതുകൊണ്ട് ഇനിയും വെറുതെ പൊടികൾ ചേർക്കണ്ടെന്ന് വിചാരിച്ച്. എന്നിട്ട് ഞാൻ കുറച്ച് എടുക്കണുള്ളൂ കേട്ടോ വേവിച്ച ബീഫ്. അപ്പോൾ ഇങ്ങനെ വേവിച്ച് വെക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഇങ്ങനെ റോസ്റ്റ് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യാൻ വേണ്ടി വെച്ചേക്കണതാണ്. അപ്പോൾ അതേ ഞാൻ ബീഫൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റി അതിൻ്റെ ചാറൊക്കെ ഒന്ന് പറ്റി വരട്ടെ കേട്ടോ. ഇവിടുത്തെ എന്താ പറയുക എല്ലില്ലാത്ത ബീഫാണ് ഇവിടെ കൂടുതലും കിട്ടുക, അതുകൊണ്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്യാനായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. എനിക്കിങ്ങനത്തെ ഈ ഇറച്ചി ഇങ്ങനെ കറി വെക്കുമ്പോൾ വലിയ ഇഷ്ടമില്ല കേട്ടോ. ഇങ്ങനെ റോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. നമ്മുടെ ചാറൊക്കെ ഏകദേശം ഇവിടെ പറ്റി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണേ. അപ്പോൾ ഇതോടുകൂടി പരിപാടി അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ്ടോ ഞാനൊരു കാര്യം മറന്നുപോയത്. അല്ലെങ്കിൽ എന്ത് ഡിഷ് ഉണ്ടാക്കുമ്പോഴും അങ്ങനെയാണ്ടോ എന്തെങ്കിലുമൊക്കെ മറക്കും. പിന്നെ എന്താ വിചാരിച്ച് ഞാനിനി എന്നും ചെയ്യാൻ പറ്റൂലല്ലോ, ഇനി ഇതിലേക്ക് തന്നെ ഇടാമെന്ന് വിചാരിച്ച്. എന്താണെന്ന് വെച്ചാൽ തേങ്ങാക്കൊത്താണ്ടോ. അത് ശരിക്കും പറഞ്ഞാൽ ആദ്യം തന്നെയാണ് ചേർക്കേണ്ടത്. ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് ഇനി ചേർക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതും നമുക്കിവിടെ ഫ്രോസൺ തന്നെ കിട്ടും, അല്ലാതെ ഇപ്പോൾ ഇവിടെ നിന്ന് കിട്ടാനാണ് തേങ്ങയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് തന്നെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഇളക്കി എടുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഈ ബീഫിൽ തേങ്ങാക്കൊത്ത് ചേർക്കണത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ? ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ഞാനത് കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഏകദേശം ഇപ്പം നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയതായിരുന്നു. കുരുമുളക് ഏറ്റവും ലാസ്റ്റ് ഇട്ട് തീ ഓഫ് ചെയ്യേണ്ടതാണ്, പക്ഷേ എന്തോ തേങ്ങാക്കൊത്ത് ഇടാൻ മറന്നുപോയി. തേങ്ങാക്കൊത്ത് ഇട്ടില്ലെങ്കിൽ പിന്നെ ആ ഒരു പൂർണ്ണത കിട്ടൂലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതിൻ്റെ പുറമെ ഇട്ടത്. കുറച്ചേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ, ഒരുപാടൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങളൊക്കെ ഉണ്ടാക്കുമായിരിക്കുമല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ച് വിഭവങ്ങളൊക്കെ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിഭവങ്ങളെന്ന് പറഞ്ഞാൽ പരിപ്പ് മുളക് കുത്തി കാച്ചിയത്, ബീഫ് റോസ്റ്റ്, കൂർക്കത്തോരൻ, അച്ചാറ്, പപ്പടം, ഇതൊക്കെയാണ്.
അപ്പോൾ അങ്ങനെ അതെ എല്ലാം നമ്മൾ ടേബിളിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ ലഞ്ചൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു പാചക വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ അമേരിക്കൻ വിശേഷവുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.